മാലതി ചെമ്പകമംഗലത്തുണ്ടോ? ഞാൻ അവിടെ പോവാനാ. എന്നെ ഇതിനകത്ത് തടവിലിട്ടിരിക്കല്ലേ. തടവ് തകർത്ത് പുറത്ത് ചാടാത്തതേ നിന്റെ കുഴപ്പാ. അതിനെ ധൈര്യം വേണം. 2 കുഞ്ഞുങ്ങളില്ലേ ചേച്ചി, അതാ. കുഞ്ഞുങ്ങളെ വളർത്താൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ആ അതൊക്കെ പോട്ടെ, ഞാൻ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം അറിയാനാ. എന്താ ചേച്ചി? മൈഥിലി കാർത്തിക്കിന്റെ കൂടെ കോടതിയിലേക്ക് പോയോ? ആ പോയി. നശിപ്പിച്ചല്ലോ. ഇവൾ എന്തിനാ പോയത്? പോയെന്ന് വെച്ച് അവള് കോടതിയിലെ ഡിവോഴ്സിന് സമ്മതിക്കണമെന്നില്ലല്ലോ. ആഹാ, അപ്പൊ അങ്ങനെയാണോ ഡ്രാമ? അവളുടെ നിലപാടുകൾ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ. അവള് കാർത്തികിനെ വീട്ടുകാരായിട്ട് വട്ടം കറക്കും. ഡിവോഴ്സിന് അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കരുത്. ആ വിവാഹമോചനം നടക്കരുത്. എന്നാലേ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. മീനാക്ഷി എനിക്ക് കിട്ടണം. അവൾ എന്റെ മകളാ, എന്റെ അനുജത്തിയുടെ മകൾ. അവളെ ജീവിക്കേണ്ടത് എന്റെ കൂടെയാ. എന്താ ചേച്ചി മിണ്ടാത്തെ? ആ ഞാനെന്തോ ആലോചിച്ചു പോയി. അപ്പോ വിവാഹമോചനം നടക്കില്ല അല്ലേ? 90% നടക്കില്ല. നടക്കരുത്. കാർത്തിയും ചെമ്പകമംഗലംകാരും ഉരുകണം. വിവാഹമോചനം നടക്കാതെ മൈഥിലി അവിടെ തന്നെ ജീവിക്കട്ടെ. ആ കാർത്തിയുടെ ജോലി പോയി കിട്ടുമല്ലോ. ആ നീ ഫോൺ വയ്ക്ക്. ശരി. എന്തിനാ വയ്ക്കില്ലേ ഞങ്ങളെ ജഡ്ജിന്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചത്? ഡൈവോഴ്സ് കേസ് ഏറെക്കുറെ എല്ലാം ഇങ്ങനെ തന്നെയാ. പൊരുത്തപ്പെടുത്തി വിടാൻ ജഡ്ജി പരമാവധി ശ്രമിക്കും. ഗത്യന്തരമില്ലാതെ വന്നാൽ മാത്രമേ ഡൈവോഴ്സ് അനുവദിക്കൂ. ഡൈവോഴ്സ് വേണമെന്ന് രണ്ടുപേരും സംയുക്തമായിട്ട് ആവശ്യപ്പെട്ടാൽ മതി. അത് അംഗീകരിക്കാതെ കോടതിക്ക് വേറെ മാർഗമില്ല. കാർത്തിക്, മൈഥിലി, ചെമ്പകമംഗലം. ആ അതിവരാ. ആ മേഡം വിളിക്കുന്നു. ആ വരൂ. വാ. നമസ്കാരം മാഡം. ആ വളരെ ചെറുപ്പമാണല്ലോ. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷം ആയിട്ടില്ലേ മാഡം? 2 വർഷം ആയിട്ടില്ലേ വിവാഹം കഴിഞ്ഞിട്ട്? അതിനു മുന്നേ വിവാഹമോചനം വേണോ അല്ലേ? എന്താ വക്കീലെ ഇങ്ങനെ? നിങ്ങൾ ഇവരെ കൺവിൻസ് ചെയ്തില്ലേ? ഡൈവോഴ്സേ പറ്റൂ മാഡം. സിറ്റുവേഷൻ എല്ലാം അങ്ങനെയാ. പെറ്റീഷനിൽ സാഹചര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുണ്ടല്ലേ? അതെ. അതിനാര് വളർത്തും? കുട്ടിയെ ഞാൻ തന്നെ വളർത്തുന്ന. ഡിവോഴ്സ് എന്ന തീരുമാനം ആരെടുത്തതാ? കാർത്തികാണോ അതോ മൈഥിലിയോ? കാർത്തികാണോ പരസ്പരം പിരിയാന്നുള്ള തീരുമാനം എടുത്തത്? അല്ല, ഒരുമിച്ചെടുത്ത തീരുമാനം. നേരാണോ മൈഥിലി? മൈഥിലി, ഈ തീരുമാനം നിങ്ങൾ ഒരുമിച്ചെടുത്തതാണോ എന്ന്? ഈ ഡൈവേഴ്സ് നിങ്ങൾ അടിച്ചേൽപ്പിച്ചതാണോ എന്ന്? അല്ല.
ഒരിക്കലുമല്ല. ഞാനാണ് ഡിവോഴ്സ് എന്ന ആവശ്യം ആദ്യം കാർത്തികിന്റെ മുന്നിൽ വെച്ചത്. കാർത്തിക്കിനും അതേ തീരുമാനമാണോ? അതെ മാഡം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഞങ്ങൾ മനസ്സുകൊണ്ട് അകന്നുപോയി. ഇനിയുള്ള കാലം നല്ല ഫ്രണ്ട്സായിട്ട് തുടരണം. അതാ ഞങ്ങളുടെ ആഗ്രഹം. മൈഥിലിക്കോ? അതെ മാഡം. ഒരു കുട്ടിയായതിനു ശേഷം നിങ്ങളുടെ ഈ തീരുമാനം ഏതായാലും നല്ലതല്ല. ഇത്തരം തീരുമാനങ്ങളൊന്നും മാതൃകാപരമല്ല. കുട്ടികളുള്ള ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിക്കരുത് എന്നൊരു നിയമം തന്നെ വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം പരസ്പരം പിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ വളരുന്നത് അനാഥരായിട്ടാണ്. കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തേണ്ടത് അവരവരുടെ മാതാപിതാക്കൾ തന്നെയാ. അല്ലാതെ വളരുന്ന കുട്ടികൾ തന്നിഷ്ടക്കാരും തോന്നിവാസികളുമായി വളരും. ഭാവിയിൽ ഒരുപക്ഷെ അവർ ക്രിമിനൽ ആയിരിക്കും. പരസ്പരം പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ വ്യത്യസ്ത സംസ്കാരത്തിൽ ജീവിച്ചു വന്ന ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ചേരുന്നതാണ് ദാമ്പത്യ ജീവിതം. പ്രശ്നങ്ങളും പിണക്കങ്ങളും സ്വാഭാവികം. പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ടു പോണം. എല്ലാ കുടുംബങ്ങളും നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാ. പിരിയണോ ഒരുമിച്ച് ജീവിക്കണോന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആലോചിക്കണം. 3 മാസത്തെ സമയം തരും. അപ്പിയർ ഇൻ കോർട്ട് ആഫ്റ്റർ 3 months. ആ കാർത്തിക് സാറേ, എനിക്ക് 1-2 കേസുകൾ വേറെയുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ശരി. ശരിക്കും താങ്ക് യു പറയേണ്ടത് മൈഥിലിയോടാ. താങ്ക് യു മൈഥിലി. വെൽക്കം കാർത്തിക്. മൈഥിലിയുടെ ഈ വലിയ മനസ്സിനെ ഞാൻ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കൺഗ്രാറ്റുലേഷൻസ് മൈഥിലി. എന്റെ കാർത്തിയുടെ സന്തോഷല്ലേ എനിക്ക് പ്രധാനം. കാർത്തിയുടെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ വൈകമോളാണ് സത്യം. ഇത്തരം കാര്യങ്ങളിലൊന്നും കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യരുത്. അതെനിക്കിഷ്ടമല്ല. മീനാക്ഷി. മീനാക്ഷി, ഏട്ടനെവിടെയാ? ഞാനിവിടെ കോടതി മുറ്റത്ത്. കേസിന്റെ കാര്യമൊക്കെ എന്തായി? കേസൊക്കെ കഴിഞ്ഞു. അവള് ഡിവോഴ്സിന് സമ്മതിച്ചോ? സമ്മതിച്ചു. ജഡ്ജിയുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചു. ഓ മൈ ഗോഡ്. എന്നാ വേഗം ഇങ്ങോട്ട് വാ. ശരി ശരി ശരി. മൈഥിലി, വാ പോവാം. അമ്മേ, അവള് കോടതിയിൽ ചെല്ലുമ്പോ മറുകണ്ഠം ചാടുവെന്നാ ഞാൻ കരുതിയത്. ഏതായാലും അതുണ്ടായില്ല. അവൾ ആവത് ശ്രമിച്ചു നോക്കി എങ്ങനെയും കാർത്തിമോനെ ചാക്കിലാക്കി ഇവിടെ അങ്ങ് കൂടാമെന്ന്. എന്തായാലും അത് നടക്കില്ലെന്ന് മനസ്സിലായി. ഡിവോഴ്സിന് അവള് സമ്മതിച്ചില്ലെങ്കിൽ ഇവളുടെ ഇമ്മോറൽ ലൈഫ് കോടതിയെ ബോധ്യപ്പെടുത്തി നമ്മൾ ഡിവോഴ്സ് വാങ്ങിക്കുമെന്ന് അവക്ക് നന്നായിട്ട് അറിയാമോ? അതെ. അതാ ഈ തീരുമാനത്തിൽ അവൾ എത്തിയത്. അഭ്യാസം പലതും നടത്തി നോക്കിയമ്മേ, അതൊന്നും വില പോവില്ലെന്ന് ഒടുവിൽ അവക്ക് മനസ്സിലായി. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണല്ലോ. അതുകൊണ്ടേ ഒരാൾ അടുക്കളയിൽ കയറി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആര്? മീനാക്ഷിയോ? അയ്യോ, കേക്ക് ഉണ്ടാക്കുന്ന കാര്യം ഒരാൾ അറിയണ്ട. പലഹാരമാനിയുള്ള ആളിപ്പോ എഴുന്നേറ്റ് വരും. ആര്? അച്ഛനോ? അല്ലമ്മേ, അച്ഛൻ മുറിയിൽ എന്തെടുക്കുക? ശല്യപ്പെടുത്തണ്ട, തത്വമസി വായിച്ചോണ്ടിരിക്കുക. അതെ, ആള് സീരിയസാ. അയ്യോ, എന്നാ അവിടെ ഇരിക്കട്ടെ.
ആഹാ. ദാ, ഞാൻ നിർമ്മിച്ച കേക്ക്. ഏ? നിർമ്മിച്ചെന്നോ? എന്താ? നീ എന്താ സിമന്റ് മണലും കൊണ്ടാണോ ഇത് നിർമ്മിച്ചത്? ഓ, പലഹാരം ഉണ്ടാക്കിയതാണെന്ന് പറ മോളെ. ഒയ്യോ. ആ ദേ അവര് വന്നല്ലോ. ആഹാ, ഇതെന്താ കേക്കോ? കേക്ക് വാങ്ങിയതല്ല മോനെ, മീനാക്ഷി ഉണ്ടാക്കിയതാ. വെരി ഗുഡ്. എങ്കിലൊരു പീസ് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വേഗം എടുക്ക. ഞാൻ എടുക്കാം. അതെ, ഒരു പീസ് മൈഥിലിക്ക് കൊടുക്കാം. ആ കൊടുക്ക്. എന്തായാലും സന്തോഷമുള്ളൊരു ദിവസമല്ലേ. ആ, ബാധ ഒഴിപ്പിക്കല് നടന്ന ദിവസമാ. ചെറിയ ബാധയൊന്നും അല്ലായിരുന്നു. അറുകൊലയായിരുന്നു, അറുകൊല. ഒഴിഞ്ഞു പോകാൻ വലിയ പാടാ. മതി സാവിത്രി, മതി. എന്തായാലും ഒടുവിൽ അവൾ ഒഴിഞ്ഞു പോവാന്ന് സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചു? ഞാൻ ഒന്നും അങ്ങനെ സമ്മതിച്ചിട്ടില്ല. സമ്മതിച്ചിട്ടില്ലെന്നോ? നീ എന്തോടി പറയുന്നേ? ഡിവോഴ്സിന് മുമ്പുള്ള കൗൺസിലിംഗിന് വിട്ടിരിക്കാം ഞങ്ങളെ. വിവാഹമോചനം വേണോ വേണ്ടോ എന്ന് ആലോചിക്കാനാ കൗൺസിലിംഗ്. ഞാൻ ആലോചിക്കട്ടെ. എന്തായാലും എന്നെ വിരട്ടി ഡിവോഴ്സ് നേടാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാ. മുട്ടോളം നനഞ്ഞതുകൊണ്ട് മുങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ നാണം കെടുത്തിയതിനും വാക്കുകൾ കൊണ്ട് 1000 പ്രാവശ്യം മുറിവേൽപ്പിച്ചതിനും കണക്ക് തീർക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്ത് പറഞ്ഞാടി? കൊല്ലുന്നെ ഞാൻ. സാവിത്രി അടങ്ങ്. അവരുടെ ഒരു ധിക്കാരം കണ്ടില്ലേ? ഈ ഗെയിമിൽ ഇപ്പൊ വിജയിച്ചു നിൽക്കുന്നത് ഞാനാ. പന്ത് എന്റെ കോർട്ടിലാ. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഡിവോഴ്സ് നടക്കാതെ കാർത്തി മീനാക്ഷിയെ കല്യാണം കഴിച്ചതുകൊണ്ട് അവന്റെ ജോലി പോവാതെ നോക്കേണ്ടത് നിങ്ങളാ. പ്രതികാരം വേണോ അതോ മാന്യമായി മടങ്ങിപ്പോണോന്ന് ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന പ്രവൃത്തി പോലെ ഇരിക്കും. Do you understand what I said? ഇവൾ ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഏതെങ്കിലും കൊട്ടേഷൻകാരെ കൊണ്ട് ഇവളുടെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചാലോ അമ്മേ? അതൊന്നും നമ്മുടെ രീതിയല്ലല്ലോ മോളെ. പിന്നെ എന്ത് ചെയ്യും അമ്മേ? ഇവളീ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണല്ലോ. ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗാ, യാതൊരു സംശയമില്ല. എന്റെ മകൻ കാർത്തി സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതുകൊണ്ടാ ഈ കുഴപ്പമൊക്കെ.
അല്ലെങ്കിൽ ഈ സാവിത്രി മിനിറ്റ് വെച്ച് ഇവളെ അടിച്ചു പുറത്താക്കിയേനെ. നാശം പിടിക്കാൻ. ഞാൻ ഇവളുടെ മനസ്സ് മാറ്റാൻ മറ്റൊരു വഴി ആലോചിക്കേ. എന്ത് വഴി അമ്മേ? നമ്മുടെ കാരക്കാട്ട് മനയ്ക്കൽ സൂര്യനാരായണൻ തിരുമേനി ഒന്നാം തരം ജ്യോതിഷ പണ്ഡിതം കൂടിയാ. ഈ വിവരം നമുക്ക് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും പ്രതിവിധി അദ്ദേഹം പറയാതിരിക്കില്ല. മന്ത്രം കൊണ്ട് മാറുന്നതാണോ അമ്മ ഇതൊക്കെ? അന്ധവിശ്വാസമാണെന്ന് കരുതണ്ട മോളെ. ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഇല്ലാതിരിക്കും. എന്തായാലും അമ്മ ആ തിരുമേനി ഒന്ന് വിളിക്ക്. എന്ത് മാർഗം സ്വീകരിച്ചായാലും ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഹലോ, ചെമ്പകമംഗലത്ത് നിന്ന് രാജലക്ഷ്മിയ തിരുമേനി. ആ രാജലക്ഷ്മി അമ്മയോ, എന്തൊക്കെയാ വിശേഷം? ഒത്തിരി നാളായല്ലോ കണ്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ. കൈമൾ സാറിന് എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു തിരുമേനി. അത് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ തിരുമേനി വിളിച്ചത്. ആ പറയൂ രാജലക്ഷ്മി അമ്മേ. എന്റെ കൊച്ചുമകൻ ACP കാർത്തികിന്റെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ തിരുമേനി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചിലതൊക്കെ കേട്ടു. കേട്ടതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിശദീകരിച്ച് പറയാൻ തിരുമേനി. ഇതിന് തിരുമേനിയുടെ കയ്യില് എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് അറിയാനാ വിളിച്ചത്. അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ കരിമ്പനക്കാട് ദേവീക്ഷേത്രം ഇല്ലേ, എന്തെങ്കിലും തന്ത്രം പറഞ്ഞ് നാളെ അവളെ അവിടെ കൊണ്ടുവന്ന് തൊഴിക്കാമോ? പിന്നെന്താ, കൊണ്ടുവരാലോ. അവിടുത്തെ ശാന്തി സീതാറാം നമ്പൂതിരിയാ, എന്റെ ഒരു ബന്ധുവാ. ആ ഓ അവിടെ ഒരു പ്രത്യേക പൂജ ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് പറയാം. ആ എങ്കിൽ നാളെ അങ്ങോട്ട് കൊണ്ടുവരിക. ശരി തിരുമേനി. എന്താ അമ്മേ? അതെ, നാളെ അവളെയും കൊണ്ട് കരിമ്പനക്കാട് ക്ഷേത്രത്തിൽ പോണം. സാവിത്രി കൂടെ പോയാ മതി. ഞാൻ പോവാ. എന്നാ അവളെ വിളിച്ചു പറ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ അവളത്ര മണ്ടിയൊന്നുമല്ല. വളരെ തന്ത്രപൂർവം പറയണം. ദേ, അവള് വരുന്നുണ്ട്. അമ്മേ, ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോവാം. അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഞാൻ പോവില്ല. ഞങ്ങൾക്ക് 3 പേർക്കും തിരക്കുള്ളതുകൊണ്ടല്ലോ സാവിത്രി. സാവിത്രി ഒറ്റയ്ക്ക് പോയാ മതി. അത്രയും ദൂരം പോകേണ്ടതല്ലേ ഏട്ടത്തി? നിങ്ങൾ ഒരാളും കൂടെ വാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ മൈഥിലിയെ കൂട്ടിക്കൊണ്ടു പോ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? എന്തായാലും അവളുമായിട്ട് നമ്മൾ വഴക്കൊക്കെ തന്നെയാ. എങ്കിലും അവള് നിന്റെ മരുമകളായിരുന്നവളല്ലേ? ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ. പണി അതിമധുര പായസത്തിൽ കൊടുക്കാനല്ലേ നിന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവർക്കിട്ടൊരു വേല വെക്കണമെന്ന് എത്ര നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. അത് കരിമ്പനക്കാവ് അമ്പലത്തിൽ വെച്ച് തന്നെ കൊടുക്കാം. ഞാൻ വരാം, അമ്പലത്തിലേക്കല്ലേ. ആ ആ മൈഥിലി,
എടാ ഒരു ഗോൾഡൻ ചാൻസ്. പറയടി. നീ അവരെ അമ്പലത്തിലെത്തിച്ചാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരിയടാ.